നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, ട്രിവാൻഡ്രം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ആരോഗ്യവകുപ്പ് പനി പിടിച്ച് പുതച്ചു കിടക്കുകയാണെന്ന് പ്രതിപക്ഷം സഭയിൽ. എല്ലാം നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി. സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപിക്കുന്നതിനിടെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം. മാലിന്യ സംസ്കരണവും ശുചീകരണ പ്രവർത്തനവും ശരിയായ രീതിയിൽ നടത്തിയില്ലെന്ന് TV ഇബ്രാഹിം കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് പനി പിടിച്ച് പുതച്ചു കിടക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആരോഗ്യവകുപ്പ് പനി പിടിച്ച് കിടക്കുകയായിരുന്നെങ്കിൽ കൊണ്ടോട്ടിയിൽ 33 കോടി രൂപയുടെ ആശുപത്രി വികസന പ്രവർത്തനങ്ങൾ നടക്കില്ലായിരുന്നുവെന്ന് വീണ ജോർജ് മറുപടി നൽകി. ഒരു വസ്തുതയ്ക്കും നിരക്കാത്ത പ്രസംഗം, പരാമർശങ്ങൾ പിൻവലിച്ച് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. V മുരളീധരൻ. രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എല്ലാ ചട്ടങ്ങളും മര്യാദകളും ലംഘിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു വസ്തുതയ്ക്കും നിരക്കാത്ത പ്രസംഗമാണെന്നും ചട്ടങ്ങൾ ലംഘിച്ച് നടത്തിയ കവല പ്രസംഗമാണെന്നും V മുരളീധരൻ വിമർശിച്ചു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് പ്രതിഫലം നൽകാൻ വൈകുന്നു. മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി KSU. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡ്യൂട്ടി ചെയ്ത സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് ശമ്പളം നൽകാൻ വൈകുന്നതിൽ പ്രതിഷേധാർഹമാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. വിഷയത്തിൽ അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് KSU സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അപമാനിക്കുന്നു. K സുരേന്ദ്രൻ. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ പരാമർശം ഹിന്ദുക്കളെ അപമാനിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. രാഹുൽ നടത്തിയത് പ്രകോപനപരമായ പ്രസ്താവന. ഇത്തരം പരാമർശങ്ങൾ ആസൂത്രിതം. രാഹുൽ പാർലമെന്റിൽ ഭഗവാൻ പരമശിവനെ അവഹേളിച്ചു. ഹിന്ദുക്കൾ എല്ലാവരും അക്രമകാരികളും അസത്യ പ്രചാരകരുമാണെന്നാണ് രാഹുൽ പറയുന്നത്. ഇതിൽ രാഹുൽ മാപ്പ് പറയണം. ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ഹിന്ദുക്കളുടെ മേൽ രാഹുൽ ഗാന്ധി കുതിര കയറുകയാണ്. വർഗീയവാദികളെ പ്രീണിപ്പിക്കാനാണ് രാഹുൽ ഹിന്ദുക്കളെ അവഹേളിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ല. RDX നിർമ്മാതാക്കൾക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് പരാതി. മഞ്ഞുമൽ ബോയ്സിന് പിന്നാലെ RDX സിനിമ നിർമ്മാതാക്കൾക്കെതിരെയും സാമ്പത്തിക തട്ടിപ്പ് പരാതി. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ലെന്നാണ് പരാതി. തൃപ്പൂണിത്തുറ സ്വദേശിനി അഞ്ജന അബ്രഹാമാണ് പരാതി നൽകിയത്. RDX സിനിമ നിർമ്മാതാക്കളായ സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് പരാതി. സിനിമയ്ക്കായി 6 കോടി രൂപ നൽകിയെന്ന് പരാതിക്കാരി പറയുന്നു. 30% ലാഭവിഹിതമായിരുന്നു വാഗ്ദാനം. സിനിമ 100 കോടിയിലേറെ രൂപ വരുമാനം നേടിയിട്ടും വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ല. വ്യാജരേഖകൾ ഉണ്ടാക്കി നിർമ്മാണ ചെലവ് ഇരട്ടിയിലേറെയായി പെരുപ്പിച്ചെന്ന് കാണിച്ചുവെന്നും പരാതിയിൽ പറഞ്ഞു. കാറിന്റെ ഡോറിലിരുന്ന അഭ്യാസ പ്രകടനം, തെലങ്കാന രജിസ്ട്രേഷൻ വാഹനം പിടികൂടി MVD. മൂന്നാർ ഗ്യാപ് റോഡിൽ അഭ്യാസ പ്രകടനം നടത്തിയ തെലങ്കാന രജിസ്ട്രേഷൻ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടികൂടി. തെലങ്കാനയിൽ നിന്ന് മൂന്നാർ സന്ദർശനത്തിനെത്തിയ യുവാക്കളാണ് കാറിന്റെ ഡോറിലിരുന്ന് അഭ്യാസ പ്രകടനം നടത്തിയത്. ഇവരുടെ വാഹനം മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. 3 യുവാക്കളാണ് കാറിലുണ്ടായിരുന്നത്. ദേവികുളത്ത് വെച്ചാണ് മോട്ടോർ വാഹന വകുപ്പ് വാഹനം പിടികൂടിയത്. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഡ്രൈവറെ ഉടൻ തന്നെ RTOയ്ക്ക് മുന്നിൽ ഹാജരാക്കും. വയനാട് ഉപതെരഞ്ഞെടുപ്പ് പ്രിയങ്ക ഗാന്ധിക്കായി കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർ. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപേ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി കൂറ്റൻ കട്ടൌട്ട് സ്ഥാപിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർ. കോഴിക്കോട് മുക്കത്താണ് 26 അടി ഉയരമുള്ള കട്ടൌട്ട് സ്ഥാപിച്ചിരിക്കുന്നത്.
വയനാട് പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തുമെന്ന് ഉറപ്പായതോടെ പ്രവർത്തകർ പ്രചാരണം നേരത്തെ തുടങ്ങി. മുക്കം നഗരസഭയിലെ ആലിന്തറ അങ്ങാടിയിലാണ് യൂത്ത് ലീഗ് ആലിന്തറ ടൗൺ കമ്മിറ്റി പ്രിയങ്ക ഗാന്ധിക്ക് സ്വാഗതം പറഞ്ഞുള്ള കൂറ്റൻ കട്ടൗട്ട് സ്ഥാപിച്ചത്. 15ഓളം പ്രവർത്തകർ 4 ദിവസമെടുത്ത് 15,000 രൂപ ചിലവഴിച്ചാണ് കട്ടൗട്ട് സ്ഥാപിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും, 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. സ്വർണ്ണവില ഉയർന്നു, വെള്ളിയിലും വർധനവ്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ നേരിയ ഉയർച്ച. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 6,635 രൂപയും പവന് 80 രൂപ വർദ്ധിച്ച് 53,080 രൂപയുമാണ് ഇന്നത്തെ വിപണി വില. കഴിഞ്ഞ 2 ദിവസമായി സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. വെള്ളിയുടെ വിലയിലും ചെറിയ തോതിൽ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. നിലവിൽ 1 ഗ്രാം വെള്ളിക്ക് 95 രൂപ 50 പൈസയും പവന് 764 രൂപയുമാണ് വില. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.